ഓക്കെ, എല്ലാവരും പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്യുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. A 100-turn coil of radius 1.6 centimeter and resistance 5 ohm is coaxial with a solenoid of 250 turns per centimeter and radius 1.8 centimeter. The solenoid current drops from 1.5 ampere to 0 in 25 milliseconds. Calculate the current induced in the coil in this situation. അതായത് ഇവിടെ രണ്ട് കോയിൽസ്, ഒരു കോയിലുണ്ട്, ഒരു സോളിനോയിഡ് ഉണ്ട്. ഒരു കോയിലുണ്ട്, അതിൻ്റെ റേഡിയസ് 1.6 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. റെസിസ്റ്റൻസ് 5 ഓം ആണ്. ഇങ്ങനെ ഒരു കോയിലുണ്ട്. അതിന് മുകളിൽ കൂടെ അനദർ സോളിനോയിഡ്, കോയിൽ തന്നെ അനദർ സോളിനോയിഡ് ഓഫ് റേഡിയസ് 1.8 സെന്റിമീറ്റർ, അത് കോ ആക്സിയൽ ആയിട്ട് ചുറ്റിയേക്കാണ്. അനദർ സോളിനോയിഡ്, അതിൻ്റെ റേഡിയസ് 1.8 സെന്റിമീറ്റർ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. 250 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സോളിനോയിഡ്, പുറത്തുള്ളതിനാണ് സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്, ഉള്ളിലുള്ളതിനെ കോയിൽ എന്ന് വിളിക്കുന്നത്. ദ സോളിനോയിഡ് കറന്റ് ഡ്രോപ്സ് ഫ്രം 1.5 ആംപിയർ ടു 0 ആംപിയർ ഇൻ 25 മില്ലി സെക്കൻഡ്സ്. 25 മില്ലി സെക്കൻഡ്സിൽ ഈ പുറത്തുള്ള വയറിലെ കറന്റ് 1.5 ആംപിയറിൽ നിന്ന് 0 ആംപിയർ ആവണം. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ യെസ്. നമുക്ക് കാണേണ്ടത് കാൽക്കുലേറ്റ് ദ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഇൻ ദിസ് ഡ്യൂറേഷൻ. ഈ സമയത്ത് കോയിൽ, ഉള്ളിലുള്ള കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറന്റ് ആണ് കാണേണ്ടത്. കറന്റ് കാണണം. നമുക്ക് കറന്റ് കാണുമ്പോൾ കാണേക്കാൾ മുന്നേ ഇൻഡ്യൂസ് EMF കാണണം. ഇൻഡ്യൂസ് EMF ആണുള്ള ഇക്വേഷൻ ആണ് E is equal to d∅dt. അപ്പോൾ കുറച്ച് പരിപാടി ചെയ്യും, ശ്രദ്ധിക്കാം. നമുക്കറിയാം phi is equal to BA ആണ്. BA cos theta cos 0 BA ആണെങ്കിൽ നോക്കിയാൽ മതി. phi is equal to BA ആണ്. സോ ഇക്വേഷൻ എന്തായി? E is equal to d/dt of BA. That is A into dB/dt. ഇത് ഒരു ഓക്കെയാണ്. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ എന്താണ്? ഈ പുറത്തെ സോളിനോയിഡ്, വലിയ സോളിനോയിഡ്, ദ ബിഗർ സോളിനോയിഡ്, ഇത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഈ ചെറിയ സോളിനോയിഡിലുള്ളത്? ഓക്കെ കൈയാണ് ക്ലിയർ ആണെങ്കിൽ വലിയ സോളിനോയിഡിലെ ദ ബിഗർ സോളിനോയിഡിലുള്ള കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ചെറിയ സോളിനോയിഡ് ഉള്ളത്. സോ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് കാണുന്ന ഇക്വേഷൻ ആണ്. നിങ്ങൾ 4th ചാപ്റ്റർ ഓർക്കുന്നുണ്ടെങ്കിൽ B is equal to mu0 Ni. mu0 Ni ആണ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇക്വേഷൻ ഡ്യൂ ടു എ സോളിനോയിഡ്. ഓർക്കണ്ടി കൈയാണ് ചോദിക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, induced EMF is equal to A into d/dt of B, which is mu0 Ni. ഓക്കെ. അങ്ങനെ ഒരു കാര്യം കൂടെ, ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് കേട്ടോ. സോ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിൽ n നമ്പർ ഓഫ് ടേൺസ് കൂടി ഉണ്ട്. സോ ഇക്വേഷനിൽ ഒരു n ആഡ് ചെയ്യണം. n. ഒരു n ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടല്ലോ, 1 ടേൺ അല്ല, ഒരുപാട് ടേൺസ് ഉണ്ട്. ഓക്കെ, ഞാൻ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് Yes, so d/dt of mu0 Ni.
മ്യൂ സീറോയും എന്നും കോൺസ്റ്റന്റ് ആണ്. സോ അതൊക്കെ പുറത്തെടുക്കാം. സോ ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? എൻ എ മ്യൂ സീറോ സ്മോൾ എൻ ഡി ഐ ബൈ ഡി ടി. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും ഈ സിറ്റുവേഷനിൽ. മനസ്സിലായി കഴിയാണ് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ വാല്യൂസ് നമുക്കറിയാം. എൻ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ്. ഏത് നമ്പർ ഓഫ് ടേൺസ്? നമുക്ക് ഏതാണ് ഇൻഡ്യൂസ് ഇ എം എഫ് കാണേണ്ടത്? ചെറിയ കോയിലുള്ള ഇൻഡ്യൂസ് ഇ എം എഫ് കാണേണ്ടത്. സോ അവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് എൻ, വിച്ച് ഈസ് 100. വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. എവിടെയുള്ള ഏരിയ? ഈ ചെറിയ കോയിലിന്റെ ഏരിയ. അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാണേണ്ടത്. സോ അവിടെയുള്ള ഏരിയ എ. മ്യൂ സീറോ കോൺസ്റ്റന്റ് ആണ്. എൻ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് ചെറിയ ഈ കോയിലിന്റെ ആണോ അത് വലിയ സോളിനോയിഡിന്റെ ആണോ ഈ നമ്പർ ഓഫ് ടേൺസ് ഉപയോഗിക്കും? ഈ സ്മോൾ എൻ നമുക്ക് കാണേണ്ടത് വലിയ കോയിലിനാണോ ചെറിയ കോയിലിനാണോ? വലുതാണെങ്കിൽ 1 കാണിക്കുക, ചെറുതാണെങ്കിൽ 2 കാണിക്കുക. വലുതോ ചെറുതോ? വലുതോ ചെറുതോ? വലുതിന്റെ ആണ്. ഓക്കെ, ഈ ബിഗർ സോളിനോയിഡിന്റെ ആണ് ഈ സ്മോൾ എൻ ഉള്ളത്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. വൈ? ബിക്കോസ് ഈ സ്മോൾ എൻ വൺ എവിടെ നിന്നാ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് സ്മോൾ എൻ വരുന്നത്. സോ എന്താണ് ഈ ഏതിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ്? ഈ ബിഗർ സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ എൻ ഏതിന്റെ ആയിരിക്കണം? ബിഗർ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം. മനസ്സിലായി കഴിയാണ് ചോദിക്കുകയാണെങ്കിൽ ശരി. സോ ഡി ഐ ബൈ ഡി ടി. ഡി ഐ നമുക്കറിയാം 1.50 ആണ് ആ ചേഞ്ച് ഇൻ കറണ്ട്. സോ ഡി ഐ ബൈ ഡി ടി. ഡി ടി ഈസ് 25 മില്ലി ആംപിയർ, സോറി മില്ലി സെക്കൻഡ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ 100 എല്ലാം എസ് ഐ യൂണിറ്റിലായിരിക്കണേ. എ ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയാ? പൈ ആർ സ്ക്വയർ യൂസ് ചെയ്യുക. പൈ ഇൻറ്റു 1.6 സെന്റിമീറ്റർ ആണ് റേഡിയസ്. സോ 1.6 ഇൻറ്റു 10⁻⁻². ഓൾ സ്ക്വയർ പൈ ആർ സ്ക്വയർ ഏരിയ ഇൻറ്റു മ്യൂ സീറോ 4 പൈ ഇൻറ്റു 10⁻⁷ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 250 പെർ സെന്റിമീറ്റർ ആണ്. 250 ടേൺസ് പെർ സെന്റിമീറ്റർ ആണ്. സോ പെർ മീറ്റർ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 250 ഇൻറ്റു 10⁻². Then di by dt. di എന്താണ്? 1.5 മൈനസ് 0. സോ 1.5 ബൈ dt. dt എന്ന് പറഞ്ഞാൽ 25 മില്ലി സെക്കൻഡ്സ് ആണ്, വിച്ച് ഇസ് 25 ഇൻറ്റു 10⁻³ സെക്കൻഡ്സ്. ഇതാണ് നമ്മുടെ സാധനം. ക്ലിയർ ആണെങ്കിൽ കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഫൈനൽ വാല്യൂ വരുന്നത് ദിസ് ഈസ് ഈക്വൽ ടു വൺ മോർ തിങ് മക്കളെ. ഈ ഇൻഡ്യൂസ് ഇ എം എഫിന്റെ ഇക്വേഷൻ ആണ് ഇത്. വാല്യൂ ആണ് ഇത് വരാം. ഇൻഡ്യൂസ് ഇ എം എഫ് നമുക്ക് കാണേണ്ട ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് നമുക്ക് ഡയറക്ട്ലി കാണാൻ പറ്റുക. കറണ്ട് കാണണമെങ്കിൽ എപ്പോഴും എന്തും കൂടെ വേണം? റെസിസ്റ്റൻസും കൂടി ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാം. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോയിലിലെ കറന്റ്, ഇൻഡ്യൂസ്ഡ് കറന്റ് ഇൻറ്റു ആ കോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ശരിയല്ലടാ? ഓക്കെ, കാണിക്കൂ. സോ ഐ ഇൻറ്റു ആർ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് is equal to I into R. ഇതാണ് ഈ സാധനം. സോ I is equal to എന്ത് കാണണം? ഞാൻ ഇതിൽ തന്നെ എഴുതുന്നുണ്ട്. I is equal to complete equation divided by R. I is equal to E by R. That is E by R is 5 ohm. ചെയ്യാം. ഫൈനൽ ആൻസർ വരിക 0.0307. 0.0307 ആംപിയർ. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട്സുകൾ ചോദിച്ചോളൂ. മൊത്തത്തിൽ ഡൗട്ട്സുകൾ ചോദിച്ചോളൂ കേട്ടോ. നമുക്കിനി അത് ഇതുവരെയുള്ള ഡൗട്ടുകൾ മീൻസ് മുന്നത്തെ കുറച്ച് ഡൗട്ടിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു, അവർക്ക് ചോദിക്കാം.
ശ്രേയ. ഫോർത്ത് പാർട്ട് 2 എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞില്ല. ഓക്കെ അല്ലേ? മായ്ക്കട്ടെ. ശരി കേട്ടോ. ഒന്നുകൂടി പറയൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ ലൂപ്പ്. d5 കാണണം. എങ്ങനെ കാണും? ഓക്കെ. d5 കണ്ടുപിടിച്ചു. d5 എങ്ങനെ കണ്ടുപിടിക്കും? അത് d5. ഓക്കെ d5 കണ്ടുപിടിക്കണം. dt അറിയാം. നമുക്ക് i കോൺസ്റ്റന്റ് വാല്യൂ അല്ലല്ലോ. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ചെയ്യാം. ഏതാ? അങ്ങനെ അല്ല, ഇതല്ല പറഞ്ഞ IR = d5/dt. അല്ല dt. പിന്നെന്താ പറഞ്ഞ? dt 1 ആണ്. d5 കണ്ടുപിടിക്കണം. സോ d5 = IR × dt. ഇതല്ല ഉദ്ദേശിച്ചേ? ഇതില് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, കുഴപ്പമില്ല. dt ഉണ്ട്, പക്ഷെ i കോൺസ്റ്റന്റ് അല്ല അല്ലെ? i കോൺസ്റ്റന്റ് അല്ലല്ലോ. അതാണ് വിഷയം. i കോൺസ്റ്റന്റ് അല്ല. പിന്നെ ഇന്റഗ്രേറ്റ് കഴിഞ്ഞാൽ 5 കിട്ടും. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷെ ഐയുടെ ആസ് എ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് അത് വല്ലാത്ത കൂടി പോകും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ i 4 എടുക്കാൻ പറ്റില്ല ഇവിടെ. ഓക്കെ ശരി. homework question കാണിച്ചു. homework question. ഗൈസ് ശ്രദ്ധിക്കുക. homework question ആണ്. എല്ലാവരും എഴുതിയെടുക്കുക. The mutual inductance of two coils C1 and C2 is 20 millihenry. In coil C1, the current changes from 4 ampere to 0 in 0.2 second. If the resistance of the coil C2 is 4 ohm, then the charge that flows through it per second will be. Charge flowing through it per second എന്ന് പറഞ്ഞാൽ is nothing but current. Okay, current തന്നെയാണ് വളച്ച് ചോദിച്ചിരിക്കുന്നത്. So current ആ കണ്ടുപിടിക്കേണ്ടത്. Charge flowing per second. Current. ക്വസ്റ്റ്യൻ്റെ ഏജ് എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ EMFന്റെ ഇക്വേഷൻ ഒക്കെ ഓർക്കുക. അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആണ്. ഓക്കെ ആൻസറാ? ശരി. അപ്പോൾ എല്ലാവരും എക്സാം പ്രിപ്പയർ ആകുക.